നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് കഴിഞ്ഞ 11 മാസമായിട്ട് കുറച്ച് ഷുഗർ ലെവൽ വളരെ ഹൈ ആയിട്ട് നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഷുഗർ ലെവൽ വളരെ 11 മാസം കൊണ്ട് നല്ല രീതിയിൽ കുറച്ച് ഇപ്പോൾ നോർമലിലേക്ക് എത്താൻ സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടാനായിട്ട് എന്തൊക്കെ ചെയ്താൽ നമുക്ക് നോർമലാകാം എന്നത് എൻ്റെ ഒരു അനുഭവത്തിലൂടെ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഷുഗർ എന്തുകൊണ്ട് വന്നു, ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഷുഗർ ആണെന്ന് തിരിച്ചറിഞ്ഞു, അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ജൂലൈ മാസത്തോടു കൂടിയാണ് 2023. അതിനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം രാവിലെ പത്രം വായിക്കാനിരുന്നപ്പോൾ കണ്ണിന് നല്ല സ്ട്രെയിൻ. പത്രത്തിലുള്ള അക്ഷരങ്ങൾ, ചെറിയ അക്ഷരങ്ങളൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല, ആകെ ബ്ലറായിട്ടാണ് കാണുന്നത്. കുറച്ച് നേരം ശ്രമിച്ചു, ഒരു 5-10 മിനിറ്റ് നേരം ശ്രമിച്ചു, എന്നെക്കൊണ്ട് പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ പേപ്പർ വായന അവിടെ കൊണ്ട് നിർത്തി. വൈഫിനോട് പറഞ്ഞു, ഇന്നതാണ് അവസ്ഥ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ആകെ ബ്ലറായിട്ട് തോന്നുന്നു. അപ്പോൾ മൊബൈൽ കുറച്ച് കൂടുതൽ നേരം യൂസ് ചെയ്ത് അങ്ങനെ കണ്ണിന് ബ്ലറായിട്ട് തോന്നുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമോ എന്ന് സംശയം തോന്നി. പക്ഷേ എന്നിരുന്നാലും എൻ്റെ വൈഫ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഷുഗർ ഹൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ബ്ലറായി തോന്നുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ ആകാനുള്ള സാധ്യതയാണോ എന്ന് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഈ സിംറ്റമും കൂടെ കണ്ടപ്പോൾ അതിനൊരു സംശയം തോന്നി. കാരണം വേറൊന്നുമല്ല, കൊറോണയ്ക്ക് മുമ്പ് ജോലിയുടെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു 10 കിലോമീറ്റർ വരെയൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കൊറോണയ്ക്ക് ശേഷം ഈ പറയുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു. എന്നാൽ നമ്മുടെ ഫുഡ് കഴിക്കുന്നത് പഴയപടി തന്നെ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ വൈഫ് ആ സമയത്ത് ഏകദേശം ഒരു 6 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ വൈഫിനെ കാണാൻ വരുന്ന വ്യക്തികളൊക്കെ ഫ്രൂട്ട്സ്, മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. എൻ്റെ വൈഫാണെങ്കിൽ കാര്യമായിട്ട് മധുരമുള്ള ആഹാര സാധനങ്ങളൊക്കെ അധികം കഴിക്കില്ലാത്ത ഒരാളാണ്. സോ ഈ കൊണ്ടുവരുന്നതൊക്കെ ബഹുഭൂരിപക്ഷം കഴിക്കുന്ന എൻ്റെ ഒരു ജോലിയായി മാറി. പിന്നെ വെറുതെ ഇരിക്കുവാണ് വീട്ടിൽ തന്നെ. അപ്പോൾ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യവും കൂടെ ആയതുകൊണ്ട് വെളിയിൽ പോയി ജോലി ചെയ്യുന്നൊരു രീതിയൊക്കെ നമ്മൾ നിർത്തിയത് കൊണ്ടും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഒപ്പം ഈ ഫുഡ് കൂടി, ഇപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം സ്വീറ്റ്സ് കഴിക്കുന്നത് നന്നായിട്ട് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ ആകാനുള്ള സാധ്യത ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം പോയി ടെസ്റ്റ് ചെയ്യുന്നത്. ഷുഗർ ടെസ്റ്റിംഗ് ആദ്യമായിട്ട് നടത്തുന്നത് അങ്ങനെയാണ്. അന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ, അതായത് ജൂലൈ 16-ാം തീയതി 2023 നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ട റിസൾട്ട് ഇതാണ്. 600 ആണ് അന്നത്തെ റീഡിങ് കാണിച്ചത്. അവിടെ ടെസ്റ്റ് ചെയ്യാൻ നിന്നേച്ച ആൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ, ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്താ ചോദിച്ചേ? അപ്പോൾ ഇതിനു മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നാണോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല, ഇത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുവാണ്. എന്നാൽ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കണ്ടോളൂ. കാരണം പുള്ളിയുടെ ലൈഫിൽ ഇത്രയും വാല്യൂ ഒന്നും ആർക്കും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൂടുതലുണ്ട്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ. ആളങ്ങനെ പറഞ്ഞുവെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ മാനസികമായി ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ഡോക്ടറുണ്ട്. എന്നിരുന്നാൽ പോലും ഫാമിലിയിലുള്ള പലർക്കും ഷുഗറുണ്ട്. 5, 10, 15, 20 വർഷമായിട്ട് ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ ഷുഗറിന് വേണ്ടി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷം ഇവർ മെഡിസിൻ കഴിച്ചിട്ടും ഇവരുടെ ഷുഗർ ലെവലിൽ ഒരു കുറവുമില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ മെഡിസിൻ നിർത്താൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അതായത് ക്യൂർ ആവില്ല എന്നൊരു ബോധ്യം നമുക്ക് പണ്ടേ ഉണ്ട്. മെഡിസിൻ കഴിച്ചിട്ട് ഷുഗർ മാറിയ ചരിത്രം നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കേഷനിലേക്ക് ഞാൻ എന്തിന് പോകണം എന്നൊരു തോന്നൽ അപ്പോൾ തന്നെ വരുവാണ്. അപ്പോൾ വൈഫ് പറയുന്നുണ്ട് നമുക്ക് മെഡിസിൻ കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. കാരണം മെഡിക്കേഷൻ കൊണ്ട് എന്തായാലും മാറില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു. അപ്പോൾ ഇത് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ, അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. ആ സമയത്ത് ഇതെങ്ങനെ മാറ്റാമെന്നതിനെപ്പറ്റി യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാൻ ശ്രമിച്ചപ്പോൾ ആയുർവേദം യൂസ് ചെയ്തിട്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആയുർവേദം യൂസ് ചെയ്തിട്ട് ഒരു 6-7 പേർക്ക് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് മാറി നോർമലായതായിട്ട് കണ്ടു. പക്ഷേ ഇവരെയൊന്നും നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന അകലത്തിലുള്ള ആൾക്കാരായിരുന്നില്ല, കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവരായിരുന്നു. അപ്പോൾ ആയുർവേദം കൊണ്ടത് മാറിയെങ്കിൽ
ആയുർവേദം തീർച്ചയായിട്ടും പച്ചമരുന്നുകളാണല്ലോ നമ്മളെ കൊണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒരു ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു പഠനം നടത്താൻ എന്തായാലും തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ്: നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു 500ഓളം ഫങ്ഷൻസാണ് നമ്മുടെ ബോഡിക്കുള്ളിൽ നമ്മുടെ ലിവറിന് ചെയ്യാനുള്ളത്. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുകയും നമ്മുടെ ഫുഡ് ഇൻടേക്ക് പഴയതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന അധികമായിട്ടുള്ള ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുന്ന പണി അത് ലിവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ആ സ്റ്റോറേജ് കപ്പാസിറ്റി നിറയുന്നത് വരെ ലിവറിന് ആ പണി ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെയും എക്സസ്സായിട്ട് ഷുഗർ നമ്മുടെ ബ്ലഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവറിന് അതിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റാക്കി മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനടിയിൽ ഫാറ്റ് സെൽസിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ ഫങ്ഷൻസൊക്കെ 500ഓളം ഫങ്ഷൻസ് ലിവറിന് ഓൾറെഡി ചെയ്യണം. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ വർക്കിംഗ് ലോഡ്, അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ലിവറിന് എടുക്കേണ്ട പണി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലിവർ ഇത്ര പ്രാധാന്യമില്ലാത്ത വർക്കുകൾ പിന്നെ ലോഡ് കൂടുന്നതിനനുസരിച്ച് മാറ്റി വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഷുഗർ ലെവൽ കൂടാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പഠനം നമ്മൾക്ക് സ്വന്തമായി നടത്തിയപ്പോൾ മനസ്സിലായപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി: ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ല ഇവിടെ ടൈപ്പ് 2 ഡയബറ്റിക്സിൻ്റെ യഥാർത്ഥ കാരണം, അത് ലിവറിൻ്റെ ഫങ്ഷൻ കറക്റ്റ് ആവാത്തതാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ തീരുമാനിച്ചു ലിവർ എങ്ങനെ കറക്റ്റ് ചെയ്യാം. നമ്മൾ ആയുർവേദത്തിൻ്റെ മരുന്നുകളുടെ പേരൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും. കാമിലാരി എന്നൊക്കെ പറഞ്ഞിട്ട്, ലിവർ സപ്ലിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആയുർവേദത്തിൽ ഇഷ്ടംപോലെ സപ്ലിമെൻറ്റുകൾ ലിവറിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിവറിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്നാൽ ലിവറിനെ നന്നാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചില ലിക്വിഡായിട്ടുള്ള മരുന്നുകൾ അത് കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ലിക്വിഡ് ഫോമിൽ വരുന്ന എന്തും ഒരു കാലഘട്ടത്തിലധികം അത് ആ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ പോലും അത് വളിച്ചു പോകുന്നൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്തായാലും അതിനകത്ത് കുറച്ച് കെമിക്കൽസ് ഇതിന് ഈ വളിച്ചു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കെമിക്കൽ പോലും നമ്മുടെ ബോഡിയെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ് ഫോമിലുള്ള സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വിദേശ കമ്പനിയുടെ, ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ലിവർ സപ്ലിമെൻറ്റ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ലിവറിന് പ്രശ്നം, ഇപ്പോൾ ലിവറിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ലിവറിന് പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ ഒരു മാർഗം ഉള്ളതായിട്ടൊരു സിംറ്റം കാണിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കാലിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ബ്ലാക്ക് ഡോട്ടായിട്ട് ഇങ്ങനെ സ്പോട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ബ്ലാക്ക് ഡോട്ടുകൾ കാലിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ലിവറിൻ്റെ ഫങ്ഷൻ മോശമാകുന്നില്ല, ലിവറിന് എന്തെങ്കിലും കേട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലായിട്ട് കാണാമെന്നുള്ള നമുക്ക് മനസ്സിലായപ്പോൾ നമ്മുടെ കാലിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ബ്ലാക്ക് ഡോട്ടുകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലിവർ കറക്റ്റ് ചെയ്താൽ മാറുമോ, ഇപ്പോൾ ലിവറിന് ഉള്ള കൊണ്ടിട്ടാണ് ഷുഗറും ഇങ്ങനെ കൂടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ലിവർ സപ്ലിമെൻറ്റ് എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ടാബ്ലറ്റ് ഫോമിലുള്ള ലിവർ സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കാൻ തുടങ്ങി. ലിവർ സപ്ലിമെൻറ്റ് കഴിക്കാൻ തുടങ്ങിയതിനോടൊപ്പം തന്നെ എന്തായാലും ലിവറിൽ ഗ്ലൈക്കോജനായിട്ട് യൂസ് ചെയ്ത് വെക്കും എന്നറിയാമല്ലോ, കൺവേർട്ട് ചെയ്ത് വെക്കും ഗ്ലൂക്കോസിനെ. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കപ്പാസിറ്റി അത് ഫില്ലായി കഴിഞ്ഞാലാണ് പിന്നെ ലിവറിന് പെട്ടെന്നൊരു മാനേജ്മെൻറ്റ് നമ്മുടെ ഷുഗർ ലെവലിൽ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ലിവറാണ്, അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ജിമ്മിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലിവറിലടക്കം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കോജൻ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ബേൺ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ഒപ്പം നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്, അതിനെ ബേൺ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ ജിമ്മിൽ പോകുന്നത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഒരു ചർച്ചയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നായിരുന്നു, ജിമ്മിൽ പോയി പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഈ ജിമ്മിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി അതിപ്പോൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത് ഒരു 80% അല്ലെങ്കിൽ 70%-ലധികവും ഇന്ത്യക്കാർ പൊതുവെ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതൽ കഴിക്കും, എന്നാൽ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുന്നുമില്ല. അത് മനസ്സിലായപ്പോൾ എന്നാൽ പിന്നെ പ്രോട്ടീൻ സപ്ലിമെൻറ്റും കൂടെ എടുക്കാം, ഹെൽത്ത് ഒന്ന് നന്നാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നൊരു പ്രശ്നം കണ്ടത്. നമ്മുടെ ഷുഗർ ലെവൽ കുറച്ച്
അങ്ങനെ നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, ലിവറിൻ്റെ സപ്ലിമെൻറ്റും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആഴ്ചയിൽ നമ്മളിങ്ങനെ ഷുഗറിൻ്റെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും ഒരു തവണ ടെസ്റ്റ് ചെയ്യും, എത്ര ലെവലെത്തി ആകാംക്ഷയോടുകൂടെ നമ്മളിത് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിമ്മിലും പോകാൻ തുടങ്ങി, ഈ ലിവറിൻ്റെ സപ്ലിമെൻറ്റും കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഒരാഴ്ചയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു റിസൾട്ട് കിട്ടി. അത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നതായിരുന്നു. കാരണം ഹൈ ലെവലിൽ നിന്ന് വെച്ച ഷുഗർ പടിപടിയായിട്ട് കുറഞ്ഞ് നോർമലിനടുത്തേക്ക് എത്തി, 172 ലെവലിലേക്കൊക്കെ എത്തി. അപ്പോൾ പിന്നെ നമ്മൾ ജിമ്മിൽ എന്തായാലും പോകുന്നുണ്ട്, വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ബെറ്ററായി വരുന്നു. അപ്പോൾ ചെറുതായിട്ട് മസിലൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ. എന്നാൽ പിന്നെ കുറച്ച് പ്രോട്ടീനും കൂടെ എടുത്തേക്കാം എന്നൊരു തോന്നൽ വരുവാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും നമ്മൾ പല ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ നടന്നായിരുന്നു. പ്രോട്ടീൻ കഴിക്കുമ്പോൾ, ജിമ്മിൽ പോകുമ്പോൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ പറ്റിയൊക്കെ ധാരാളം ചർച്ചകൾ ഈ അടുത്തടുത്ത് നടന്നല്ലോ. സെയിം, ഞാനും പ്രോട്ടീൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് വളരെ മോശമായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇത് പ്രോട്ടീൻ്റെ കുഴപ്പമാകണം എന്നില്ല. കാരണം അതെൻ്റെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മുട്ടയാണല്ലോ പ്രോട്ടീൻ സോഴ്സായിട്ട് കുട്ടികൾക്ക് പൊതുവേ കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ഈ കോഴിമുട്ട കഴിക്കുമ്പോൾ എൻ്റെ ചുണ്ടത്ത് മൂക്കിലൊക്കെ കുരുക്കൾ വന്നിട്ട് വീർത്ത് ഹനുമാൻ്റെ ചുണ്ട് പോലെയൊക്കെ ആവുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രോട്ടീൻ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ മുട്ട കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് കോഴിമുട്ട കഴിക്കുമ്പോഴാണ് എസ്പെഷ്യലി പ്രശ്നം. ഇപ്പോൾ താറാമുട്ട കഴിച്ചാൽ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ താറാമുട്ടയാണ് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കോഴിമുട്ട കഴിക്കാൻ കുഴപ്പമില്ല, ചിക്കൻ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ പ്രോട്ടീൻ അലർജി ഉണ്ടായിരുന്നത് ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും മുട്ടയോ ഇല്ല കോഴിയോ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രോട്ടീൻ അലർജി ഒന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോട്ടീൻ സപ്ലിമെൻ്റായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പ്രശ്നമുണ്ട്. ഞാനിത് കഴിച്ചു തുടങ്ങി, ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചു ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ട് നമ്മുടെ കുറഞ്ഞു വന്ന ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്ത് വീണ്ടും കൂടുന്നതായിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രോട്ടീൻ അലർജി അത് തന്നെയാണ് കാരണം. അപ്പോൾ ലിവർ പ്രോട്ടീൻ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്രോട്ടീൻ എക്സസ് ആയിട്ട് കുറച്ചധികം കൂടുതലായിട്ട് കഴിച്ചാൽ ലിവർ സിറോസിസ് വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ലിവറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രോട്ടീൻ കഴിച്ചത് ലിവറിനെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങൾ ഏകദേശം വീണ്ടും മനസ്സിലായി. സോ നമ്മൾ വീണ്ടും തിരിച്ച് പ്രോട്ടീൻ സ്റ്റോപ്പ് ചെയ്തു, ജിമ്മിൽ പോകുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സെയിം ടൈം തന്നെ ഒരു വട്ടം കൂടെ ലിവറിൻ്റെ സപ്ലിമെൻ്റ് എടുത്തു. കാരണം ലിവറിന് പണി കിട്ടി, അത് വീണ്ടും റിവേഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ലിവർ സപ്ലിമെൻ്റ് എടുക്കാൻ തുടങ്ങി. ആ സമയത്ത് പിന്നെ വീടിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ജിമ്മിൽ പോക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. വീട്ടിൽ തന്നെയാണ് പിന്നെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തത്. ഒപ്പം തന്നെ നമുക്ക് ഇത്രയും കൂടുതൽ, അതായത് ഡിസംബർ 2-ാം തീയതി ആയപ്പോഴത്തേക്കിനും ഇത്രയും കൂടുതൽ ഷുഗർ ലെവൽ വന്നേക്കുക. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം കൃത്യമായ പഠനം, എത്ര ഗ്രാം ഏത് ആഹാരം കഴിക്കണം എന്നൊന്നും ഒരു പഠനം നടത്തിയിട്ടല്ല നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു ധാരണയുടെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഹാരം കൃത്യമായി കഴിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയെപ്പറ്റി കൃത്യമായ ഒരു കണക്ക് കിട്ടണം. അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പ് കൂടുതലുണ്ട്, നമ്മുടെ ശരീരത്തിൽ എത്ര പ്രോട്ടീൻ ആവശ്യമുണ്ട്, നമുക്ക് എത്ര കലോറി ഫുഡാണ് വേണ്ടത്, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായി അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോൾ എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോഡിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ആ സ്ഥാപനത്തിൽ പോയി, അവിടെ പോയി നമ്മൾ 5-ാം തീയതി ഡിസംബർ 2-ാം തീയതി നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഹൈ ഷുഗർ കണ്ടു. നമ്മൾ 5-ാം തീയതി തന്നെ തിരക്കി പിടിച്ച് ഈ സ്ഥാപനത്തിൽ ചെന്നു, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തു. ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ട റിസൾട്ടാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് എന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടത് ബോഡി ഓൾറെഡി ഫിറ്റാണ്, കുഴപ്പമില്ല. കാരണം ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടായിരിക്കും, ബോഡി ഫിറ്റായിരുന്നു. എൻ്റെ വെയിറ്റ് അന്നേരം ഉണ്ടായിരുന്നത് 53 കിലോയാണ്. 53-54 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ റേഞ്ച് വേണ്ടത് 51 കിലോയിൽ താഴെ മതിയായിരുന്നു. അപ്പോൾ വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു. ഇനി ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ ബോഡിയിൽ അന്നുണ്ടായിരുന്ന ഫാറ്റിൻ്റെ അളവാണ്. 12 കിലോ ഫാറ്റാണ് ഉണ്ടായിരുന്നത്. അതായത് ഫാറ്റ് 10 കിലോ അതിനുള്ളിൽ മതിയായിരുന്നു. അപ്പോൾ 2 കിലോയോളം ഫാറ്റ് കൂടുതലായിരുന്നു എൻ്റെ ശരീരത്തിൽ. അതേപോലെ മസിലിൻ്റെ അളവ് 39, അത് നോർമൽ റേഞ്ചിലുണ്ടായിരുന്നു. ബോണിൻ്റെ അളവ് 2.8, അതും നോർമൽ റേഞ്ചിലുണ്ടായിരുന്നു. എൻ്റെ ബോഡിയിൽ അന്നുണ്ടായിരുന്ന പ്രോട്ടീൻ വാല്യൂ 8.6
kg ആണ്. അത് നോർമൽ റേഞ്ച് തന്നെയായിരുന്നു. വെള്ളത്തിൻ്റെ അളവ് നോർമൽ റേഞ്ചിന് തൊട്ടടുത്തായിരുന്നു. അതേപോലെ ബോഡി മാസ് ഇൻഡെക്സ് അത് നോർമലായിരുന്നു. പിന്നെ ഇത് രണ്ടും എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ ഡയറ്റീഷ്യൻ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ ടാർഗറ്റ് റിസൾട്ട് അവർ തന്നത് ഇതാണ്. അതായത് എൻ്റെ വെയിറ്റ് 46 കിലോയിലേക്ക് കുറയ്ക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ ഉള്ള വെയിറ്റിൽ നിന്നും 7 കിലോയോളം കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ഓഫീസ് വർക്കാണ് ചെയ്യുന്നത് ഞാനെങ്കിൽ എനിക്ക് ബോഡി ഒരു നോർമൽ ആക്ടിവിറ്റിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ബോഡിയിൽ ബേൺ ഔട്ട് ചെയ്യുന്ന കലോറിയുടെ അളവ് ഇതായിരുന്നു. അപ്പോൾ 1220 കലോറിയാണ് നോർമൽ ഒരു ദിവസം എൻ്റെ ബോഡി വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ ബേൺ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഫുഡ് മതിയായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ ബോഡി മെറ്റാബോളിക് റേറ്റ് 1220. അപ്പോൾ ഈ ലെവലിലേക്ക് എൻ്റെ ഫുഡ് എനിക്ക് ചുരുക്കണം. അത് ഈ പറയുന്ന ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫുഡിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ക് നമ്മൾ തയ്യാറാക്കിയത് ഇതാണ്. നമുക്ക് ഡെയിലി വേണ്ടുന്നത് 1 കിലോയ്ക്ക്, ഇപ്പോൾ എൻ്റെ അളവിന് നമ്മൾ കണക്കൂട്ടി ഇതാണ്, 1 കിലോയ്ക്ക് 20 കലോറിയാണ് വേണ്ടത്. അപ്പോൾ ഈ 20 കലോറിയിൽ 50% വരെ നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് എടുക്കാം, 20% നമുക്ക് പ്രോട്ടീനിൽ നിന്ന് എടുക്കാം, 30% നമുക്ക് ഫാറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ 1 ഗ്രാം പ്രോട്ടീൻ ബേൺ ചെയ്താൽ ബോഡിക്ക് 4 കലോറി കിട്ടും, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 കലോറി കിട്ടും, 1 ഗ്രാം ഫാറ്റിൽ നിന്ന് 9 കലോറി കിട്ടും. അപ്പോൾ ഇത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഈ കൂട്ടുകാരന് അടുത്തിടെയായിട്ട് ബോഡിക്ക് ഫാറ്റ് കൂടുന്നു, ഇവന് തടി വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ ഷുഗർ കൂടില്ല എന്നുള്ളതൊക്കെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ ഈ ഫാറ്റ് ബോഡിയിൽ കൂടുന്നു, അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും, അപ്പോൾ എങ്ങനെ ഫുഡ് കഴിച്ചാൽ കുറയ്ക്കാൻ പറ്റും എന്നൊരു ചോദ്യം വന്നപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തു, എത്രയൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ഏജ് വരുന്നത് 30 വയസ്സായിരുന്നു, വെയ്റ്റ് 64 കിലോ ആയിരുന്നു, പൊക്കം വന്നിട്ട് 170 സെൻറ്റിമീറ്റർ പൊക്കം. അപ്പോൾ ആളുടെ വെയ്റ്റും പൊക്കവും ഒക്കെ അനുസരിച്ചിട്ട് ആൾക്ക് ഒരു ദിവസം വേണ്ടത് 1280 കലോറി ആയിരുന്നു. അപ്പോൾ അത് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ചോറ്, ഇഡലി, പൂരി, അതേപോലെ ചപ്പാത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൂടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് 160 ഗ്രാം ഒരു ദിവസം അവന് കഴിക്കാം, പ്രോട്ടീനായിട്ട് 64 ഗ്രാം കഴിക്കാം, ഫാറ്റായിട്ട് 42 ഗ്രാം ഉള്ളിൽ ചെല്ലാം. ഇവിടെ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും, നമ്മളിൽ പലരും, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ 120-160 ഗ്രാം ഒന്നും ആയിരുന്നില്ല കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം കഴിക്കുന്ന, അതിൻ്റെ ചിലപ്പോൾ ഇരട്ടി വരെയൊക്കെ നമ്മൾ കഴിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആ ലെവൽ ഫുഡ് കഴിക്കുന്നത് കൊണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇല്ലെങ്കിൽ ഷുഗറിലേക്ക് പോയതെന്നൊക്കെ എനിക്ക് തന്നെ മനസ്സിലായി. ഒപ്പം ഈ അളവിൽ അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് ഇവൻ പഴയ അവസ്ഥയിലേക്ക് നോർമലായി വരാൻ തുടങ്ങി. അപ്പോൾ സെയിം തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ എക്സസൈസായി, ജിമ്മിൽ പോക്ക് ജോലി മാറ്റത്തിൻ്റെയൊക്കെ കാര്യം കൊണ്ട് സ്ഥലം മാറ്റമൊക്കെ ആയിട്ട് നമ്മൾ ജിമ്മിൽ പോക്കൊക്കെ സ്റ്റോപ്പായി. പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയ റിസൾട്ടാണിത്. അതായത് 6 മാസം എടുത്തു ഇത് കൂടിയതിന് ശേഷം പിന്നീട് കുറയാൻ 6 മാസത്തോളം എടുത്തു. നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് അറിഞ്ഞ് കഴിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഗുണപ്പെട്ടത് ഇതാണ്, നമ്മുടെ ബോഡിയിൽ ആ ടെസ്റ്റ് നടത്തിയത്, എന്തൊക്കെയാണ് ഫാറ്റിൻ്റെ അളവ്, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡ്, എത്ര ഊർജ്ജം നമുക്കൊരു ദിവസം വേണം, അതിനനുസരിച്ച് കൃത്യമായ കണക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ ഷുഗർ ലെവൽ കുറച്ച് ഈ ലെവലിലേക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കഴിച്ച ആഹാരം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഏകദേശം ജസ്റ്റ് ഒന്ന് പറയാം. അതിങ്ങനെയാണ്, കാലത്തെ കഴിക്കുന്ന ഫുഡിനകത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉൾക്കൊള്ളിക്കാതെയായി, അതായത് പൂരി, ചപ്പാത്തി, ദോശ, ഇഡലി, അരിയാഹാരങ്ങൾ, ഗോതമ്പ് ആഹാരങ്ങൾ ഒന്നുമില്ല. പ്രോട്ടീൻ മാത്രം കാലത്ത് എടുക്കാൻ തുടങ്ങി, അതായത് മുട്ട, പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് പഴമോ വെജിറ്റബിൾസ് എന്തെങ്കിലുമോ ഇത് മാത്രം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കാലത്തെ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്തു. ഉച്ച സമയത്താണ് കറികളെല്ലാം കഴിക്കും, അതായത് മീൻ, ഇറച്ചി, പച്ചക്കറികളെല്ലാം കഴിക്കും, പക്ഷേ ചോറ് തൊടത്തില്ല, ആ അവസ്ഥയിലേക്ക് മാറി. ഈവനിങ് ടൈമിൽ നമ്മൾ മധുരപലഹാരങ്ങളെങ്കിൽ മധുരപലഹാരം, അതേപോലെ കാർബോഹൈഡ്രേറ്റ് എന്താണോ കിട്ടുന്നത് അത് കഴിക്കും. അപ്പോൾ ഈവനിങ്ങിൽ ഒരു നേരം ചായയോടൊപ്പം മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തുടങ്ങി. അതിപ്പോൾ പഴംപൊരിയൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ കഴിക്കും, അതേപോലെ മധുരമുള്ള കേക്ക് കാര്യങ്ങളെല്ലാം ആ സമയത്ത് കഴിക്കും, ബിസ്ക്കറ്റോ എന്ത് വേണേലും കഴിക്കും. ചായ മധുരയിട്ട് തന്നെ അത് ഒരു ദിവസം 2-3 ചായ കുടിക്കും. പക്ഷേ
രാത്രിയിൽ ഭക്ഷണത്തിനകത്തും നമ്മൾ പൂർണ്ണമായിട്ടും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് മാക്സിമം ഒഴിവാക്കിയപ്പോഴാണ് വീട്ടിൽ തന്നെ എക്സസൈസ് കൊണ്ട് നമുക്ക് ഈ ഒരു നോർമൽ ലെവലിലേക്ക് എത്താൻ പറ്റി. പിന്നെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ജിമ്മിൽ ജസ്റ്റ് പോയി തുടങ്ങി. അധിക ദിവസമൊന്നും ആയിട്ടില്ല, 10-ാം തീയതി തൊട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു 5 ദിവസം കൊണ്ടിട്ടാണ് ഈ ഒരു റിസൾട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇനി പഴയതുപോലെ നമ്മുടെ ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്ത് ഒരിക്കലും പോകത്തില്ല. കാരണം മറ്റൊന്നുമല്ല, എത്ര ഗ്രാം എനിക്കൊരു ദിവസം പ്രോട്ടീൻ കഴിക്കണമെന്ന് എനിക്കറിയാം, എത്ര ഗ്രാം ഫാറ്റ് കഴിക്കണമെന്ന് എനിക്കറിയാം, എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്ന് കൃത്യമായിട്ടുള്ള അളവ് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അതിന് ഏതൊക്കെ ഫുഡ് എത്ര അളവ് കഴിക്കണം. ഇപ്പോൾ ഒരു ഇഡ്ഡലി കഴിച്ചാൽ അതിനകത്ത് എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, ഒരു ചപ്പാത്തി കഴിച്ചാൽ അതിനകത്ത് എത്ര കലോറി ഉണ്ടെന്നറിയാം. ഈ കണക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്കിത് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഏത് ലെവലിൽ എത്ര വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിലും ആ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ നോർമൽ ലെവലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ ആർക്കാണെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്നെ വിളിക്കാം. അപ്പോൾ വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നുണ്ടാകും. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് സാധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.